Good morning, dear students. We are discussing about redemption of preference shares. For redemption of preference share means repayment of preference shares. As per the agreement between the company and the shareholders, the shares have to be redeemed. How we record the redemption in different situations? First of all, we use fresh issue of shares and use that amount for redemption. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യണം ആയി. ഫോർ മൊബിലൈസിങ് ഫണ്ട്സ് വി ഇഷ്യൂ ഫ്രഷ് ഇക്വിറ്റി ഷെയർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രഷ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് എൻട്രി പാസ്സാക്കണം, റിഡംഷൻ്റെ എൻട്രി പാസ്സാക്കണം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 10,000 8% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഓഫ് 100 each, അപ്പോൾ 10 lakh ആണ്. The company decided to redeem these shares at par by issue of sufficient number of equity share of 10 each. അപ്പം ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ 10 ആണ്, അപ്പോൾ 10 lakh ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എന്താ എൻട്രി? ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് എൻട്രി ആദ്യം എഴുതുക, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ എത്രയാണ്? 10 lakh നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തി. ദാറ്റ് എമൗണ്ട് വാസ് യൂസ്ഡ് ഫോർ റിഡംഷൻ. ആദ്യം ഡ്യൂ ആവുന്ന എൻട്രി കാണിക്കണം. എന്താ എൻട്രി? 8% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഹോൾഡേഴ്സ്. അവർക്ക് ഡ്യൂ ആവുന്ന എമൗണ്ട് 8% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. 10 lakh ഡ്യൂ ആയി. ഇനി അവർക്ക് പൈസ കൊടുക്കുന്നു. എന്താ എൻട്രി? ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ അത് നമ്മൾ എത്ര ഷെയർ ആണ് നോക്കിയാൽ 10 lakh ആണ്. 10 lakhൽ ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. അപ്പോൾ നമ്മൾ ആകെ ഇഷ്യൂ ചെയ്യുന്നത് 1 lakh ഷെയർസ്. ഇനി വേറെ പല സ്റ്റേജസ്, പല സിറ്റുവേഷനുണ്ട്. അതിനടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർ അറ്റ് പ്രീമിയം ആൻഡ് റിഡംഷൻ അറ്റ് പാർ. അപ്പോൾ നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തുന്നു, അത് പ്രീമിയത്തിലാണ്, പക്ഷെ നമ്മൾ റിഡംഷൻ പാറിലാണ്. അപ്പോൾ അതെങ്ങനെ റെക്കോർഡ് ചെയ്യും? അപ്പം ബി ലിമിറ്റഡ് 3,009% പ്രിഫറൻസ് ഷെയർസ് ഓഫ് 200 each. The company decided to redeem this preference share at par by issue of sufficient number of ordinary share of 25 each at a premium of 2 per share fully paid up. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? മൊത്തത്തിൽ സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർ ഓഫ് ₹25 each അറ്റ് എ പ്രീമിയം ഓഫ് 2 per share. അപ്പോൾ നമ്മൾ പ്രീമിയത്തിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, പ്രീമിയം എമൗണ്ട് നമുക്ക് കിട്ടുന്നു. പക്ഷേ നമ്മൾ ഷെയറിൻ്റെ എമൗണ്ട് ഉപയോഗിച്ച് മാത്രം റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. പ്രീമിയം എമൗണ്ട് റിഡംഷന് പ്രീമിയം കൊടുക്കാൻ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ അവിടെ നോക്കിയാൽ നമുക്ക് എത്ര ഇക്വിറ്റി ഷെയർ ആണ്? 6 lakhൻ്റെ ഇക്വിറ്റി ഷെയർ ആണ് നമ്മൾ റിഡീം ചെയ്യേണ്ടത്. 6 lakh. അപ്പം 6 lakh ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ ആണ് വാല്യൂ. 6 lakh ആണ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഒരു ഷെയറിൻ്റെ വാല്യൂ 25 rupees ആണെന്ന് പറഞ്ഞു. ഒരു ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്? 25. അപ്പോൾ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം അത് നമ്മൾ കണ്ടെത്തണം. ഹൗ മെനി ഇക്വിറ്റി ഷെയർസ് ആർ ടു ബി ഇഷ്യൂഡ്, ദാറ്റ് ടു ബി കാൽക്കുലേറ്റഡ്. അപ്പം 6 lakh ഡിവൈഡഡ് ബൈ ഷെയറിൻ്റെ ഫേസ് വാല്യൂ 25, 24,000 ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യണം. അപ്പോൾ നമുക്ക് ബാങ്കിൽ പൈസ കിട്ടുകയാണ് 24,000 × 27. എന്താ കാരണം? 25 രൂപ ഫേസ് വാല്യൂ, 2 രൂപ പ്രീമിയം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 24,000 × 27 ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 24,000 × 25 ഫേസ് വാല്യൂ ടു ഷെയർ പ്രീമിയം സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് 24,000 × 2 48,000. ഇനി നമ്മൾ റിഡംഷന് ഡ്യൂ ആവുന്നു. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 6 lakh. ദെൻ പേയ്മെൻറ്റ് നടത്തുന്നു, ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കേസാണ്. ഇനി ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർ അറ്റ് പ്രീമിയം ആൻഡ് റിഡംഷൻ അറ്റ് പ്രീമിയം. എന്താണ് ഫ്രഷ് ഇഷ്യൂ അറ്റ് പ്രീമിയം, റിഡംഷൻ അറ്റ് പ്രീമിയം? ഇപ്പോൾ ഡി ലിമിറ്റഡ് ഹാഡ് 2,007% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓഫ് 50 each ഫുള്ളി പെയ്ഡ് അപ്പ്. അപ്പോൾ 1 lakh ആണ് അതിൻ്റെ എമൗണ്ട്. ദ കമ്പനി ഡിസൈഡഡ് ടു റിഡീം ദിസ് ഷെയർ അറ്റ് 5% പ്രീമിയം by issue of sufficient number of equity shares of 10 each fully paid at 10% premium. The company had 75,000 undistributed profit in profit and loss account on the date of redemption. Write journal entries. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്
പ്രീമിയത്തിലാണ്, റിഡംഷനും പ്രീമിയത്തിലാണ്. അപ്പോൾ നമ്മളിവിടെ മൊത്തം 1 lakh rupeesൻ്റെ ഷെയറാണ് റിഡീം ചെയ്യാനുള്ളത്. അപ്പോൾ കമ്പനി ഡിസൈഡഡ് ടു റിഡീം ദീസ് ഷെയർസ് at 5% premium by issue of sufficient number of equity shares of 10 each, fully paid at a 10% premium. അപ്പോൾ നമ്മൾ 1 lakhൻ്റെ ഇക്വിറ്റി ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ 10% പ്രീമിയം ഉണ്ട്, 10%. അപ്പം 10,000 രൂപ 10,000 ഷെയർ, പിന്നെ അതിൻ്റെ കൂടെ എന്താണ് 1 രൂപ പ്രീമിയം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 1,10,000. എന്താ കാരണം? 10,000 into 11. 10,000 into 11. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10,000 into 10. സെക്യൂരിറ്റീസ് പ്രീമിയം 10,000 into 1. അപ്പോൾ നമ്മൾ ഇക്വിറ്റി ഷെയർ അറ്റ് പ്രീമിയം അതിൻ്റെ എൻട്രി എഴുതി. ഇനി നമ്മൾ ഈ പറയുന്ന പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് റിഡംഷന് വേണ്ട പ്രീമിയം അത് ട്രാൻസ്ഫർ ചെയ്യണം. പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ 5 lakh ടു പ്രീമിയം ഓൺ റിഡംഷൻ. നമ്മൾ പ്രീമിയം ഓൺ റിഡംഷൻ അടുത്ത് എഴുതാൻ പോകുന്ന എൻട്രിയിലേക്കുള്ള എമൗണ്ടാണ്. അപ്പം റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh, അതാണ് നമ്മൾ റിഡീം ചെയ്യാനുള്ളത്. 1 lakhൻ്റെയാണ്. പ്രീമിയം ഓൺ റിഡംഷൻ, പ്രീമിയം ഓൺ റിഡംഷൻ അത് മുമ്പേ നമ്മൾ എഴുതിയത് ക്യാൻസൽ ആക്കാണ്. പ്രീമിയം ഓൺ റിഡംഷൻ 5,000 ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 1,05,000 ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 1,05,000. ശ്രദ്ധിക്കുക, റിഡീം ചെയ്യുന്ന സമയത്ത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh, പ്രീമിയം 5,000 ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 1,05,000. ദെൻ പേയ്മെൻറ്റ് കൊടുക്കുന്നു. എന്താ എൻട്രി? ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ അത് നമ്മളതിൻ്റെ കാൽക്കുലേഷനാണ്. ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടത് 1,05,000, നമ്പർ ഓഫ് ഷെയർ ഇഷ്യൂഡ് 10,000, പ്രീമിയം 1 ആണ്. ഔട്ട് ഓഫ് 1,05,000 1 lakh നമ്മൾ ഷെയറിൽ നിന്ന് എടുക്കുന്നു, 5,000 പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ശ്രദ്ധിച്ചേ, റിഡംഷൻ ഓഫ് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ്. So there is a rule while redemption of preference shares, only fully paid preference share can be redeemed. If the shares are partly paid, you have to convert it into fully paid. അപ്പോൾ ഷെയർ പാർട്ട്ലി പെയ്ഡ് ആണെങ്കിൽ നമുക്ക് അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റണം. ചില സമയത്ത് 2 പ്രിഫറൻസ് ഷെയർ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. 1 കാറ്റഗറി ഫുള്ളി പെയ്ഡ് അപ്പും അതർ കാറ്റഗറി പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെന്ന് വെച്ചോളൂ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫൈനൽ കോൾ വിളിക്കണം. ഫൈനൽ കോള് വിളിച്ചതിന് ശേഷം ആ ഫൈനൽ കോള് നടത്തിയതിന് ശേഷം വേണം നമ്മൾ എന്തിലേക്ക് പോകാനായിട്ട്? റിഡംഷനിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ്. അപ്പം 8,008% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഓഫ് 25 വിച്ച് 20 കാൾഡ് അപ്പ്. ശ്രദ്ധിച്ച എല്ലാവരും, 25 ആണ് ഫേസ് വാല്യൂ, പക്ഷേ 20 കോൾഡ് അപ്പ് ആയിട്ടുള്ളൂ. ഫൈനൽ കോൾ 5 rupees വിളിച്ചിട്ടില്ല. The company decided to redeem the preference share at 5% premium by the issue of sufficient number of equity share of 10 each, fully paid at a premium of 10%. Past journal entries. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഷെയറിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കുകയാണ്. എന്താ എൻട്രി? ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു 8% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അത് പിന്നെ കിട്ടുന്നു നമുക്ക്. എന്താ കിട്ടുമ്പോഴുള്ള എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ നമ്മൾ മൊത്തത്തിൽ എത്ര രൂപയുടെ ക്യാപിറ്റലാണ് റിഡീം ചെയ്യാനുള്ളത്? 8,000 into 25 എന്ന് പറഞ്ഞാൽ 2 lakhൻ്റെ ക്യാപിറ്റലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യാനുള്ളത്. ആ 2 lakhൻ്റെ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാനായിട്ട് അതിന് പിന്നെ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 20,000 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യും. 20,000 10% പ്രീമിയം, 10 രൂപയുടെ 10% 11 രൂപ. ഷെയറിൻ്റെ ഫേസ് വാല്യൂ 11 രൂപ, 10 രൂപ പിന്നെ ഫേസ് വാല്യൂ 1 രൂപ പ്രീമിയം. അപ്പം നമ്മൾ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന എൻട്രിയാണ്. എന്താ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 20,000 into 11 ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 20,000 into 10. 20,000 into 10. ഷെയർ പ്രീമിയം, സെക്യൂരിറ്റീസ് പ്രീമിയം 20,000 into 1. അപ്പോൾ നമ്മൾ റിഡീം ചെയ്യുന്ന സമയത്ത് ഈ റിഡീം ചെയ്യുന്നത് 10% പ്രീമിയത്തിലാണ്. 10% പ്രീമിയത്തിലാണ്. അപ്പോൾ 10%. അപ്പോൾ 2 lakhൻ്റെ 10%
the company decided to redeem preferred share 5% premium, sorry 5%. ഇപ്പോൾ 2 lakhിൻ്റെ 5% 10,000 ആണ്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്നും പ്രീമിയം എമൗണ്ട് റിഡംഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്ത് ചെയ്യണം? ദ എമൗണ്ട് റിക്വയർഡ് ഫോർ പ്രീമിയം എമൗണ്ട് റിഡംഷൻ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ഫ്രം സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ടു പ്രീമിയം എമൗണ്ട് റിഡംഷൻ 10,000. എങ്ങനെയാണ് 10,000 വന്നത്? 2 lakhിൻ്റെ 5%. ദെൻ നമ്മൾ ഡ്യൂ ആവുന്നു. എന്ത് ഡ്യൂ ആവുന്നു? റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 2 lakh, പ്രീമിയം എമൗണ്ട് റിഡംഷൻ 5% 10,000, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 2 lakh 10,000. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 2 lakh 10,000. ഇനി അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നു. എന്താ എൻട്രി? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് വളരെ സിമ്പിളായിട്ടുള്ള നമ്മൾ പണ്ട് ഷെയർ ഇഷ്യൂവിനൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിലുള്ള എൻട്രീസ് ഒക്കെ തന്നെയാണ്. എല്ലാവരും ഇത് ക്വസ്റ്റ്യൻ എഴുതേണ്ട, ഇതിൻ്റെ ആൻസർ എഴുതി ഇത് പഠിക്കുക. താങ്ക് യു.